നമസ്കാരം, K20യിലേക്ക് സ്വാഗതം. വയനാട് UDF കോട്ടയാണ്. പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF വയനാട് തൂത്തുവാരുകയായിരുന്നു. എന്നാൽ നിരവധി വികസന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുന്ന വയനാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാവുക കസ്തൂരിരംഗൻ റിപ്പോർട്ടും കാർഷിക പ്രശ്നങ്ങളും തന്നെയായിരിക്കും. പാറമടകളും ഇനിയും പരിഹരിക്കപ്പെടാത്ത ആദിവാസി ഭൂപ്രശ്നവും തെരഞ്ഞെടുപ്പ് ചർച്ചയായി ഉയരാമെങ്കിലും വോട്ടിനെ അതൊന്നുമായിരിക്കില്ല സ്വാധീനിക്കുക. പോയ പ്രാവശ്യം റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ച MA ഷാനവാസിന് ഇക്കുറി അനായാസം ജയിച്ചു കയറാനാവുമോ എന്ന് കണ്ടറിയണം. കർഷക പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന CPIയുടെ സത്യൻ മൊഗേരിയാണ് ഷാനവാസിന്റെ എതിരാളി. മണ്ഡലത്തിൽ ഷാനവാസിനെതിരെ നിലനിൽക്കുന്ന എതിർപ്പുകൾ വരും ദിവസങ്ങളിൽ എങ്ങനെ മറികടക്കുന്നു എന്നതും പ്രധാനമാണ്. വയനാട് മണ്ഡലത്തിൽ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില പരിശോധിക്കാം. വയനാട് മണ്ഡലത്തിൽ 2009 തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ട് 8,23,694 വോട്ടാണ്. അവിടെ ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി MI ഷാനവാസാണ്. MI ഷാനവാസിന് ആകെ ലഭിച്ച വോട്ട് ശതമാനം 49.86%. അതായത് 4,10,703 വോട്ട്. അവിടെ അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് CPIയുടെ അഡ്വക്കേറ്റ് M റഹ്മത്തുള്ളയാണ്. അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് ശതമാനം 31.23%. അതായത് 2,57,264 വോട്ട്. ത്രികോണ മത്സരം നടന്ന അവിടെ NCP സ്ഥാനാർത്ഥിയായി മത്സരിച്ച K മുരളീധരൻ 12.10% വോട്ട് നേടി. അതായത് 99,663 വോട്ട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ലീഡ് നിലയാണ് ഇനി പരിശോധിക്കേണ്ടത്. IC ബാലകൃഷ്ണൻ അദ്ദേഹം സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അദ്ദേഹം നേടിയ ലീഡ് 7,583 വോട്ടാണ്. PK ജയലക്ഷ്മി അവർ UDF സ്ഥാനാർത്ഥിയായി മാനന്തവാടി മണ്ഡലത്തിൽ മത്സരിച്ചു. അവർ 12,734 വോട്ടിന്റെ ലീഡാണ് നേടിയത്. C മോയിൻകുട്ടി അദ്ദേഹം തിരുവമ്പാടി മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിരുന്നു. 3,833 വോട്ടിന്റെ ലീഡാണ് അദ്ദേഹം നേടിയത്. ഏറനാട് മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ PK ബഷീർ 11,246 വോട്ടിന്റെ ലീഡ് നേടി. ആര്യാടൻ മുഹമ്മദ് അദ്ദേഹം നിലമ്പൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം നേടിയ വോട്ടിന്റെ ലീഡ് 5,598 വോട്ടിന്റെ ലീഡാണ് ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരിൽ നേടിയത്. AP അനിൽകുമാർ വണ്ടൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി. അദ്ദേഹം 28,919 വോട്ടിന്റെ ലീഡ് നേടി. വികസന രംഗത്ത് ഏറെയൊന്നും നേടിയിട്ടില്ലാത്ത ജില്ലയാണ് വയനാട്. അതുകൊണ്ടുതന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് ജില്ലക്കാർ വയനാട് മണ്ഡലത്തിന്റെ പിറവിയെ കണ്ടത്. മുൻപ് കോഴിക്കോടിന്റെയും കണ്ണൂർ മണ്ഡലത്തിന്റെയും ഭാഗമായിരുന്നു വയനാട്. 2 മണ്ഡലങ്ങളിലായി നിലകൊണ്ടതിനാൽ തന്നെ MP-മാരുടെ സേവനങ്ങൾ അത്ര കണ്ട് ജില്ലയിലെത്തിയില്ല. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സ്വതന്ത്ര മണ്ഡലമായി വയനാട് മാറിയത്. വയനാട്ടിലെ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയും മലപ്പുറം ജില്ലയിലെ വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് മണ്ഡലങ്ങളും ചേർത്തായിരുന്നു രൂപവൽക്കരണം. കർഷക ആത്മഹത്യകൾ കൊണ്ട് കുപ്രസിദ്ധി നേടിയ വയനാട്ടിൽ കാർഷിക മേഖലയിലെ പ്രതിസന്ധി തന്നെയാണ് സുപ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം. വയനാട്ടിന് മാത്രമായി ഒരു കാർഷിക പാക്കേജ് എന്ന MP-യുടെ വാഗ്ദാനം ഇനിയും നിറവേറിയിട്ടില്ല. രാത്രികാല ഗതാഗത നിരോധനവും ചുരംബദൽ റോഡും റെയിൽവേയും ആദിവാസി മേഖലയിലെ പ്രശ്നങ്ങളും ആരോഗ്യരംഗത്തെ പിന്നാക്കാവസ്ഥയുമെല്ലാം പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളായി ഇപ്പോഴും നിലനിൽക്കുന്നു. വയനാട് മണ്ഡലത്തിൽ ഇത്തവണ ആകെയുള്ള വോട്ടർമാർ 12,31,782 പേരാണ്. ഇതിൽ 6,25,620 പേർ സ്ത്രീ വോട്ടർമാരാണ്. 1967 പോസ്റ്റൽ വോട്ടുകളുമുണ്ട്. ഏതൊരു സ്ഥാനാർത്ഥിയുടെ വിജയവും പരാജയവും നിർണ്ണയിക്കുന്നത് കർഷകരാണ്.
കാർഷിക മേഖലയെ ബാധിക്കുന്ന ചെറിയ പ്രശ്നങ്ങളിൽ പോലും സംഘടിക്കാനുള്ള കരുത്ത് ഇന്ന് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കസ്തൂരിരംഗൻ റിപ്പോർട്ടാണ് വയനാട് മണ്ഡലത്തിലെ ചൂടേറിയ ചർച്ചാ വിഷയം. കർഷകരുടെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കകൾ മുഴുവൻ പരിഹരിക്കത്തക്ക രീതിയിൽ കരട് വിജ്ഞാപനത്തിൻ്റെ ഡ്രാഫ്റ്റ് ആയിരിക്കുന്നു. ആ ഡ്രാഫ്റ്റ് എത്രയും പെട്ടെന്ന് പ്രസിദ്ധീകരിക്കും. 2 ദിവസം അത് പ്രിന്റിങ്ങിന് പ്രസിദ്ധീ പോയിരിക്കുകയാണ്. 2 ദിവസം കൊണ്ട് പ്രസിദ്ധീകരിക്കുക. അത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എല്ലാ ജനവാസ കേന്ദ്രങ്ങളെയും ESIയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കും. എല്ലാ തോട്ട മേഖലയും ഒഴിവാക്കും. കാർഷിക മേഖലയെ ഒഴിവാക്കും. ബഫർ സോൺ എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. കേരളത്തിലെ 123 വില്ലേജിൽ ഒരു വില്ലേജ് പോലും ഫുള്ളായി ESI പരിധിയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ ഫോർമുലയാണ് കേരളം വെച്ചത്. ആ ഫോർമുല മുഴുവൻ സന്തോഷത്തോടെ അവർ അംഗീകരിച്ചിരിക്കുകയാണ്. അത് ജനങ്ങൾക്കറിയാം. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ UDF എന്താണ് ചെയ്തത്, മുഖ്യമന്ത്രി എന്താണ് ചെയ്തതെന്ന് ജനങ്ങൾക്കറിയാം. കസ്തൂരിരംഗൻ റിപ്പോർട്ട് കൃഷിക്കാർ ശരിക്കും വഞ്ചിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. ഇതിൽ ചില ആളുകൾ സംസാരിക്കുന്നത് കേട്ടാത്തതൊന്നും കൃഷിക്കാർ പരിസ്ഥിതിക്കെതിരാണ്. കൃഷിക്കാരെ പോലെ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവരാരാണ്? കാരണം വെച്ചാൽ നല്ല കാലാവസ്ഥ ഉണ്ടാകണം, നല്ല വെള്ളം ലഭിക്കണം, കൃഷി ഭൂമി നല്ല മണ്ണുണ്ടാകണം, നല്ല ജൈവഗുണം ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ കൃഷിക്കാർ കുന്നും പുറത്തൊക്കെ തന്നെ കയ്യാല കെട്ടി കൃഷി ചെയ്യുന്നത്. വെള്ളം ഒഴുകി താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി തട്ടുതട്ടായി നിർത്തി കൃഷി ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ കൃഷി ചെയ്യുന്നത് പരിസ്ഥിതി ദ്രോഹകരമാണ് എന്ന നിഗമനത്തിലെത്തുന്നത് തെറ്റാണത്. ഇതെല്ലാം പരിസ്ഥിതിയുടെ ഭാഗമാണ്. പരിസ്ഥിതിയും കർഷക ജീവിതവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടതാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ഗവൺമെൻറ് സ്വീകരിച്ച നിലപാട് തീർച്ചയായും വഞ്ചനയില്ലേ ചെയ്തിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലെ കർഷകർ എങ്ങോട്ട് പോകും? പരിസ്ഥിതിയെ സംരക്ഷിക്കണം ഇവർ ഒഴിവാക്കിയിട്ടെന്ന് പറയുമ്പോൾ ഇവർ മനുഷ്യരാണല്ലോ, ഇവരെങ്ങോട്ട് പോകണം? അതിനെന്ത് പരിഹാരമാണ്? ഇതിനെപ്പറ്റിയൊന്നും ആലോചിക്കാതെ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. എന്തുകൊണ്ട് കാര്യം? ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഇത് കൃഷിക്കാരെ വഞ്ചിക്കുന്ന നിലപാടാണ്. അത് ഉത്തരവ് പിൻവലിക്കുക തന്നെ ചെയ്യണം. ഒരു ശ്രമവും ഇവിടെ നടന്നിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാനവാസ് അതിനുവേണ്ടി ഈ ഗവൺമെൻറ് എന്താണ് നിലപാട് സ്വീകരിച്ചത്, അദ്ദേഹം എന്താണ് നിലപാട് സ്വീകരിച്ചത് എന്നത് ജനങ്ങൾക്കെല്ലാം അറിയാം. ചരിത്രം ഏറെയൊന്നും അവകാശപ്പെടാനില്ലാത്ത മണ്ഡലമാണ് വയനാട്. കോഴിക്കോടിൻ്റെയും കണ്ണൂർ മണ്ഡലത്തിൻ്റെയും ഭാഗമായിരുന്ന വയനാട് സ്വതന്ത്ര മണ്ഡലമായത് 2009-ലാണ്. കണക്കുകൾ പരിശോധിച്ചാൽ UDFന് അനുകൂലമാണ് മണ്ഡലം. വയനാട് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും അധികാരത്തിലുള്ളത് UDF ആണ്. വയനാട് ജില്ലയിൽ ഭൂരിഭാഗം പഞ്ചായത്തുകളും നഗരസഭയും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളും ഭരിക്കുന്നത് UDF തന്നെ. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ അനുകൂല സാഹചര്യം UDFന് ഇത്തവണ മണ്ഡലത്തിൽ അവകാശപ്പെടാൻ കഴിയില്ല. MP എന്ന നിലയിൽ MA ഷാനവാസ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത്ര കണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. 1.5 ലക്ഷം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് MA ഷാനവാസ് വയനാട്ടിൽ നിന്ന് വിജയിച്ചത്. കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിരുന്നു ഇത്രയും ഭൂരിപക്ഷം ഒരാൾക്ക് ലഭിക്കുന്നത്. 1993 തിരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച S. ശിവരാമൻ നേടിയ 1,32,652 വോട്ടുകളുടെ റെക്കോർഡാണ് 2009 തകർന്നത്. LDFിലെ അഡ്വക്കേറ്റ് M. റഹ്മത്തുള്ള നേടിയത് 2,57,264 വോട്ടുകൾ. ഇടതിലും വലതിലുമല്ലാതെ NCP ടിക്കറ്റിൽ നിന്ന് മത്സരിച്ച K. മുരളീധരൻ നേടിയത് 99,663 വോട്ടുകളാണ്. മുരളീധരൻ നേടിയ ഈ വോട്ടുകൾ കൂടി ഇത്തവണ ലഭിക്കുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. കണക്കുകളുടെ ആനുകൂല്യം എത്രത്തോളം മുതലാക്കാൻ UDFന് സാധിക്കുമെന്നതാണ് പ്രധാന ചോദ്യം. MP എന്ന നിലയിൽ ഷാനവാസിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളാണ് പ്രധാന വിഷയമായി നിൽക്കുന്നത്. LDF ഇതുതന്നെയാണ് മുതലാക്കാനും ശ്രമിക്കുന്നത്. വയനാടൻ ജനതയുടെ സുപ്രധാന വിഷയങ്ങളിൽ കാര്യമായ ഇടപെടൽ നടത്താൻ NPക്ക് സാധിച്ചിട്ടില്ലെന്ന കുറ്റപ്പെടുത്തലാണ് 2ാം അംഗത്തിനിറങ്ങിയ MA ഷാനവാസിന് തിരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരുന്നത്.
എംപിക്ക് എതിരായി പതിഞ്ഞ പോസ്റ്ററുകൾ ഇതിന് തെളിവാണ്. എന്നാൽ ഇതെല്ലാം LDFന്റെ കളികളാണെന്ന് ഷാനവാസ് പറയുന്നു. മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉറപ്പാണെന്നും ഷാനവാസ് ആത്മവിശ്വാസത്തോടെ പറയുന്നു. 100% വിജയപ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി ഇപ്രാവശ്യം വിജയിക്കുക തന്നെ ചെയ്യും. അതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തതാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഇതിൻ്റെ അകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒട്ടിച്ച വാൾ പോസ്റ്ററുകളാണ്. അതിനെ അർഹിക്കുന്ന അവജ്ഞയോടും പുച്ഛത്തോടും കൂടി ഞങ്ങൾ തള്ളിക്കളയുന്നു. ശ്രീചിത്ര വിഷയത്തെ സംബന്ധിച്ചിടത്തോളം, ശ്രീചിത്ര മെഡിക്കൽ സെന്ററിന്റെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, അത് കഴിഞ്ഞ പ്രാവശ്യത്തെ മാനിഫെസ്റ്റോയില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന് ശേഷമാണ് അതുണ്ടായത്. അത് ഒന്ന് കഴിഞ്ഞാൽ ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, പിന്നെ കേന്ദ്ര ഹെൽത്ത് സർവീസ്, സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പിന് വേണ്ടി ശ്രീചിത്ര, കേരള ഹെൽത്ത് സർവീസ്, അങ്ങനെ 4 കൂട്ടരാണ് ഒരുമിച്ച് പിന്നെ ഒരു വലിയ ഒരു ആരോഗ്യ പരിപാലന കേന്ദ്രം വയനാട്ടിൽ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള സംഗതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത്. അത് അവസാന ഘട്ടത്തിലെത്തി. 90% പൂർത്തിയായി. ഈ 4 കേന്ദ്രങ്ങൾ, ഈ 4 ഔദ്യോഗിക കേന്ദ്രങ്ങളും കൂടെ ഒരുമിച്ച് ഒപ്പിടുന്ന ഒരു MOU അവർ ഒപ്പിട്ട് കഴിഞ്ഞു. ഇനിയുള്ള സംഗതി സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ ആധാരങ്ങളുടെ സ്ക്രൂട്ടനി നടന്നുകൊണ്ടിരിക്കുന്നു. അത് കാലതാമസം വന്നുകൊണ്ട് മാത്രമാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ ഏത് നിമിഷവും അത് ആരംഭിക്കാം. പാർട്ടിക്കാർക്കിടയിൽ നിന്നു തന്നെ പ്രതിഷേധം ഏൽക്കേണ്ടി വന്നത് പ്രചരണത്തിനെത്തിയ ഷാനവാസിന് തുടക്കത്തിലേറ്റ തിരിച്ചടിയായി. മാനന്തവാടിയിൽ നടത്തിയ പ്രവർത്തക കൺവെൻഷനിലായിരുന്നു പ്രവർത്തകർ ബഹളമുണ്ടാക്കി പ്രതിഷേധിച്ചത്. ME ഷാനവാസിനെതിരായി പ്രധാന ടൗണുകളിലെല്ലാം ഉണ്ടായ പോസ്റ്ററുകൾ UDFന് തലവേദനയായിട്ടുണ്ട്. കൂടാതെ ക്രിസ്ത്യൻ സഭകളുടെ നിലപാടും ഷാനവാസിന് അത്ര കണ്ട് അനുകൂലമല്ല. യൂത്ത് ലീഗുകാർ ഇടഞ്ഞു നിൽക്കുന്നതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തിയ UDF സ്ഥാനാർത്ഥി ആദ്യം പങ്കെടുത്ത യോഗങ്ങളിലും പിന്നീട് രഹസ്യമായി ചർച്ച ചെയ്തതുമെല്ലാം യൂത്ത് ലീഗിനെ വരുതിയിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ വയനാട് ജില്ലയ്ക്കായി ചുരുങ്ങിയ കാലം കൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഷാനവാസ് കൂടുതലായും പറയുന്നത്. MP ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ വികസനങ്ങളും വയനാട് റെയിൽവേക്കായി നടത്തിയ പ്രവൃത്തികളും ആദ്യഘട്ടത്തിനായി ഫണ്ട് അനുവദിച്ചതുമെല്ലാം തന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് MP പറയുന്നു. ശ്രീചിത്ര മെഡിക്കൽ സെന്ററിനായി ധാരണാപത്രം ഒപ്പിടാൻ സാധിച്ചത് വയനാട്ടുകാർക്കായി നൽകിയ പ്രധാന പ്രവർത്തനമാണ്. ME ഷാനവാസിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെ വോട്ടാക്കി മാറ്റാനാണ് കന്നി അംഗത്തിനിറങ്ങിയ LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേലി ലക്ഷ്യമിടുന്നത്. കാർഷിക മേഖലയിലെ പ്രവൃത്തി പരിചയം കർഷകർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുമെന്ന വിശ്വാസവും സത്യൻ മുഖേലിക്കുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. കൃഷി ചെയ്ത് നായ വളർത്തി പിന്നെ ഇടത്തരം പാവപ്പെട്ട ആളുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രധാനമായിട്ട് കാർഷിക മേഖല അഭിവൃദ്ധി അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചികിത്സാ രംഗത്തെ അപര്യാപ്തയില്ല. മെഡിക്കൽ കോളേജൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായില്ല. യാത്ര കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. കാർഷിക മേഖലയിൽ ഇന്നത്തെ ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ 52-55 ആളുകൾ ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാർഷിക മേഖലയിലെ തകർച്ചയാണ് അതിന് കാരണം പ്രധാനമായിട്ടും. പിഞ്ചിയുടെ വില 2001 അതിന് ശേഷമൊക്കെ ഇടയ്ക്ക് കയറിയെങ്കിലും ഇഞ്ചിയുടെ വില വല്ലാതെ കുറഞ്ഞു. അത് വാങ്ങിക്കാൻ ആളില്ലാത്ത സാഹചര്യം വന്നു ചേർന്നു. ജപ്തി നടപടികൾ ഇപ്പോൾ കാർഷിക സർഫാസി ആക്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ജപ്തി നടപടികൾ വലിയ തോതിൽ ഇവിടെ നടന്നിട്ടുണ്ട്. ഭൂമി പലരുടെയും കയ്യിൽ നിന്ന് അവർ കൈക്കലാക്കിയിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ പ്രധാനമാണ്. കഴിഞ്ഞ തവണ ഈ ഷാനവാസിനോടൊപ്പം നിന്ന് ജനവിഭാഗങ്ങളിലുണ്ടായ അഭിപ്രായ വ്യത്യാസം എന്താ? ഈ നയങ്ങൾ കർഷകദ്രോഹകരമായ സമീപനങ്ങൾ സ്വീകരിച്ചത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളുണ്ടായത്. ഇതിവിടെ രാത്രികാല നിരോധനം നിയമിക്കുന്നു. നിരോധനം നീക്കുമെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജ്, റെയിൽവേ, വയനാട് ജില്ലയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ്, ഇതൊക്കെ ഒരു വലിയ സുന്ദര സ്വപ്നങ്ങളായിട്ടാണ് കർഷകർ വയനാട് ജില്ലയിലെ ജനങ്ങൾ കണ്ടിട്ടുള്ളത്. അതൊക്കെ എങ്ങോട്ട് പോയി? എന്താ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ഞാൻ പറയാലോ, മീഡിയ അറിയാലോ, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഞാൻ തന്നെ ജയിപ്പിച്ച് കഴിഞ്ഞാൽ നാളെ ഇതെല്ലാം വരുമെന്നല്ല. ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. ആത്മാർത്ഥമായി ഇതിനു വേണ്ടി ജനങ്ങളോടൊപ്പം ഉണ്ടാകും. തീർച്ചയായിട്ടും ചെയ്യും. കാരണം വെച്ചാൽ കൃഷിക്കാരുടെയും വയനാട് മേഖലയിലെ ജനങ്ങളുടെയും സാധാരണക്കാരുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും മൂടാതാണ്. ഇവിടെ ഒരു മാറ്റം ആവശ്യമാണെന്നാണ്. ഒരു മാറ്റം ആവശ്യമാണ്. ആ മാറ്റത്തിന് വേണ്ടി ചിന്തിക്കുന്ന ജനങ്ങളോടൊപ്പം ഞാനുണ്ടാവും. കണക്കുകൾ അനുകൂലമല്ലെങ്കിലും UDFനെതിരായ സാഹചര്യങ്ങൾ മുതലാക്കി വിജയിച്ച് കയറാമെന്ന ഉറച്ച പ്രതീക്ഷയാണ് LDFിനുള്ളത്. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലെ കർഷക വിരുദ്ധ നിലപാടുകളാണ് പ്രധാന വിഷയമായി LDF വോട്ടർമാർക്ക് മുമ്പിൽ വയ്ക്കുന്നത്.
കൂടാതെ ജനങ്ങൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുള്ള ശക്തമായ ഇടപെടലുകളും. 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം 2011 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF-ന് ഭൂരിപക്ഷം കുറവായിരുന്നു. വണ്ടൂർ ഒഴികെയുള്ള 6 മണ്ഡലങ്ങളിലാണ് ഭൂരിപക്ഷത്തിൽ കുറവ് രേഖപ്പെടുത്തിയത്. ഇത് LDF-ന് പ്രതീക്ഷ നൽകുന്നുണ്ട്. നരേന്ദ്രമോദി തരംഗം കൃത്യമായി പ്രാവർത്തികമാക്കാൻ ഒരുങ്ങിയാണ് BJP സ്ഥാനാർത്ഥി PR രശ്മിൽനാഥ് വയനാട്ടിലെത്തിയത്. ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ മണ്ഡലത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഒരു തവണ പര്യടനം നടത്തിക്കഴിഞ്ഞു. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് വയനാട് മണ്ഡലത്തിൽ നിന്നും BJPക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അധികാരത്തിലെത്തിയിട്ട് ഇവിടുത്തെ പാവപ്പെട്ട ജനവിഭാഗത്തെ മുഴുവൻ വഞ്ചിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുള്ള ഭരണപക്ഷവും അതേപോലെ തന്നെ അവരുമായി പല കാര്യങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റിലെത്തിക്കൊണ്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷവും കേരളത്തിൽ. അപ്പോൾ ഈ രണ്ട് മുന്നണികളുടെയും ജനവിരുദ്ധ നയങ്ങൾ എന്താണെന്ന് ജനങ്ങളിന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഞങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു നല്ല പോയിൻ്റ് എന്ന് പറയുന്നത് മോദിജിയുടെ തരംഗം തന്നെയാണ്. കേന്ദ്രത്തിൽ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ വയനാടിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് വെക്കാൻ ഇവിടുന്നൊരു BJP MP ഉണ്ടായേ മതിയാകൂ എന്നുള്ള ഒരു തീരുമാനം ഇവിടുത്തെ ജനങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. മറ്റൊന്നുമല്ല, നമുക്കറിയാം വയനാടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള കാർഷിക വികസന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങൾ, അതുപോലെ തന്നെ രാത്രി യാത്രാ നിരോധനം, ഈ വക വിഷയങ്ങളിലെല്ലാം കൃത്യമായ ഒരു പാളിച്ചകളില്ലാത്ത ഒരു പദ്ധതി ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിൽ നിന്നും BJPയുടെ ഒരു MP ഉണ്ടാവുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നു. ഇടത് വലതു മുന്നണികളുടെ ജനവിരുദ്ധ നടപടികളാണ് രശ്മിൽനാഥിന്റെ പ്രചരണത്തിൽ ഉടനീളം കാണുന്നത്. മാറ്റത്തിനായി കുതിക്കുന്ന ഒരു പറ്റം യുവജനങ്ങളുടെ വോട്ടിലാണ് BJPയുടെ പ്രതീക്ഷ. വിജയിക്കാനായി മാത്രമാണ് ഇത്തവണ മത്സരമെന്നാണ് രശ്മിൽനാഥ് പറയുന്നത്. കൂടുതൽ ചെറുപ്പക്കാർക്കിടയിലാണ് ആ ഒരു വികാരം വന്നിട്ടുള്ളത്. പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരുപാട് ചെറുപ്പക്കാർ മോദിജിക്കൊരു വോട്ട് അത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നൽകാൻ തയ്യാറാണ്, ഇതുവരെ ഞങ്ങൾ ഒരു നിഷേധ വോട്ട് സമീപനം സ്വീകരിക്കണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ പ്രവർത്തനവുമായി വന്നപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ വിനിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് മോദിജിക്ക് അനുകൂലമായി BJPക്ക് അനുകൂലമായി അത് ഉപയോഗിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മൂന്നാം മുന്നണി സ്ഥാനാർത്ഥിയായി ജനതാദൾ യുണൈറ്റഡ് ടിക്കറ്റിൽ പരിസ്ഥിതി പ്രവർത്തകനായ എബ്രഹാം ബെൻഹറും വയനാട് മണ്ഡലത്തിൽ മത്സരത്തിനുണ്ട്. വലതുമുന്നണിയും BJPയും ഭരിച്ച് അലങ്കോലമാക്കിയ കേന്ദ്രഭരണത്തിന് മൂന്നാം മുന്നണിയിലൂടെ ശാപമോക്ഷം നൽകുകയെന്ന വലിയ ലക്ഷ്യമാണ് ബെൻഹർ ജനങ്ങളോട് പറയുന്നത്. വയനാട്ടിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാർഷിക മേഖലയാണിത്, ആദിവാസികളുണ്ട്, കുടിയേറ്റക്കാരുടേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുണ്ട്, പിന്നോക്കം നിൽക്കുന്നതായിട്ടൊരു മേഖലയാണ്. അതുമാത്രമല്ല, നമ്മൾ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. തമിഴ്നാട്, കർണാടക പോലെയുള്ളതായിട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയും കൂടിയിട്ടാണിത്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് വയനാട്ടിലെ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഉള്ള വിഷയങ്ങൾ. അതിലിപ്പോൾ ഞാനിതുവരെ ഒരു തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്.
മാറ്റത്തിന് ഒരു വോട്ട് എന്ന മുദ്രാവാക്യവുമായി CPIML സ്ഥാനാർത്ഥി സാം പി മാത്യുവും വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി റംല മമ്പാടും വയനാട് മണ്ഡലത്തിൽ അംഗത്തിനുണ്ട്. വാദപ്രതിവാദങ്ങൾ ഏറെ നടക്കുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥികൾ വയനാട് മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. സമയം അധികമില്ലാത്തതിനാൽ ഏറെ സമയം വയനാട് മണ്ഡലത്തിൽ ചിലവഴിക്കാനാണ് സ്ഥാനാർത്ഥികളുടെ തീരുമാനം. UDFനെയാണോ LDFനെയാണോ മണ്ഡലം പിന്തുണയ്ക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ആദിവാസി ഭൂസമരം, പരിസ്ഥിതിയെ തകർക്കും വിധത്തിലുള്ള പാറമടകൾ വ്യാപിപ്പിക്കുന്ന സർക്കാർ നയം, ഹാരിസൺ ഭൂമി പ്രശ്നം തുടങ്ങി നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങൾ വയനാട്ടിലുണ്ടെങ്കിലും കസ്തൂരിരംഗൻ റിപ്പോർട്ട് തന്നെയാകും ഇരു മുന്നണികളുടെയും പ്രചാരണായുധം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഇറങ്ങിയ കരട് വിജ്ഞാപനത്തെ മുൻനിർത്തി UDFും കരട് വിജ്ഞാപനം പുകമറയാണെന്ന പ്രചാരണവുമായി LDFും രംഗത്തുണ്ട്. കെ മുരളീധരൻ റിബലായി രംഗത്തുണ്ടായിട്ടും റെക്കോർഡ് ഭൂരിപക്ഷം നേടിയതാണ് ഷാനവാസിന്റെ ആത്മവിശ്വാസം. എന്നാൽ UDFിൽ നിന്ന് തന്നെ എതിർപ്പ് നേരിടുന്ന ഷാനവാസിനെ കർഷക പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയെ നിർത്തി തറപറ്റിക്കാമെന്നാണ് LDFിന്റെ പ്രതീക്ഷ.